യേശുവിൻ്റെ ജനനത്തിനും പരസ്യ ജീവിതത്തിനുമിടയിലുള്ള അജ്ഞാത കാലത്തിലേക്ക് വെളിച്ചം ചൊരിയുന്നതാണ് ഈ വേദഭാഗ്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ജെറൂസലേമിനെ തീഷ്ണതയോടെ വീക്ഷിച്ചിരുന്ന കുടുംബമാണ് തിരുക്കുടുംബം. മാതാപിതാക്കന്മാർക്കൊപ്പം യേശുനാഥൻ ജെറൂസലേമിലേക്ക് പോകുന്നു. 12 വയസ്സാണ് യേശുവിനപ്പോൾ. യഹൂദ നിയമമനുസരിച്ച് ബാലൻ 13-ാം വയസ്സ് മുതലാണ് അവകാശമുള്ള യഹൂദനായി പരിഗണിക്കപ്പെടുന്നത്. തീവ്രമായ അഭിനിവേശത്തോടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പുത്രൻ യാത്രയാകുകയാണ്. യൗസേപ്പ് പിതാവും കന്യകാ മാതാവും ദൈവാലയ കേന്ദ്രീകൃതമായ ആധ്യാത്മികതയെ വിലമതിച്ചിരുന്നു. വചനം പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. യഹൂദ നിയമപ്രകാരം ഒരു യഹൂദൻ 3 തിരുനാളുകൾക്കെങ്കിലും ജെറൂസലേമിലേക്ക് തീർത്ഥാടനം ചെയ്യണമായിരുന്നു. പെസഹ, പെന്തക്കോസ്തി, കൂടാര തിരുനാൾ ഇവയായിരുന്നു അവ. സാമുവേലിൻ്റെ 2-ാം പുസ്തകം ജെറൂസലേമിലേക്ക് കർത്താവിൻ്റെ പേടകം ദാവീദ് സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. സോളമനാണ് കർത്താവിനുള്ള ആലയം പണിതത്. ദൈവാരാധന ഇസ്രായേലിൻ്റെ ആനന്ദമായിരുന്നു. അത് 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദേവാലയത്തോടുള്ള ആ ബന്ധം, അതിൻ്റെ ആരാധനകൾ എങ്ങനെയെന്നും ഒക്കെയും വ്യക്തമാക്കുന്നുണ്ട്. ബലിപീഠ പ്രതിഷ്ഠയുടെ ഉത്സവം 7 ദിവസം നീണ്ടു. 8-ാം ദിവസം സമാപന സമ്മേളനം നടത്തി. 7-ാം മാസം 23-ാം ദിവസം സോളമൻ ജനത്തെ ഭവനത്തിലേക്ക് തിരിച്ചയച്ചു. ദാവീദിനും സോളമനും തൻ്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. തീർത്ഥാടകർ സങ്കീർത്തനങ്ങളായിരുന്നു തീർത്ഥയാത്രയിൽ പാടിയിരുന്നത്. യേശുവും അങ്ങനെ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാവാം അവിടേക്ക് യാത്രയായത്. ജെറൂസലേം എന്നത് യഹൂദന് ഹൃദയസ്പന്ദനം എന്നതുപോലെയുള്ള വിശ്വാസ സ്പന്ദനമായിരുന്നു. പ്രവാസികളായി ബാബിലോണിൽ കഴിയുമ്പോൾ അവർ ജെറൂസലേമിൻ്റെ നഷ്ടത്തെ ചേർത്ത് വിലപിക്കുന്നു. സങ്കീർത്തനം 137 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ജെറൂസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലതുകൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറൂസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷകന് ജെറൂസലേമായി ബന്ധിപ്പിച്ച് യേശുവിൻ്റെ 3 യാത്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. 12-ാം വയസ്സിൽ മാതാപിതാക്കന്മാരോടൊപ്പമുള്ള യാത്ര, പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാരോടൊപ്പമുള്ള യാത്ര, ശിഷ്യന്മാരോടൊപ്പം അപരിചിതനെ പോലെ ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്കുള്ള യാത്ര. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയുള്ള സഭയുടെ സുവിശേഷ ദൗത്യം ജെറൂസലേമിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പറയുന്നു, നിങ്ങൾ ജെറൂസലേമിലും യൂദയായാലും സമറിയായാലും ഭൂമിയുടെ അറ്റം വരെയും എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറയുന്നു. ദൈവാലയത്തിൽ എത്തിയ യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമാതാവും ഉണ്ണിയേശുവും അവിടെ ദൈവാലയത്തിൽ ആയിരിക്കുന്നു. അവരുടെ മടക്കയാത്രയിൽ യേശു ഒപ്പമില്ലെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നു. ആത്മീയ തലത്തിൽ നമുക്ക് ചിന്തിക്കാനൊരു കാര്യമുണ്ട്. നമ്മുടെ ദൈവബന്ധം ദൈവാലയങ്ങളിൽ ദൈവത്തെ വിട്ടിട്ട് പോരുന്നതല്ല, മറിച്ച് ദൈവം കൂടെയുള്ള ജീവിതം സ്വായത്തമാക്കുന്നതാണ്. നമുക്ക് സാമൂഹിക ജീവിതം യേശുവിൽ നിന്ന് മാറിയുള്ള ജീവിതമല്ല, യേശുവിനോടൊപ്പമുള്ള ജീവിതമാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അനേകം ക്രൈസ്തവർ വേദനിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ എന്ത് കോംപ്രമൈസിനും നമ്മൾ തയ്യാറാവുകയും ആ സഹോദരങ്ങളെ ഒന്നും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ യേശു ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. ശരീരത്തിൻ്റെ ഏതൊരു അവയവം വേദന അനുഭവിച്ചാലും അത് ശരീരത്തിന് മുഴുവനുള്ള വേദനയായിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ സ്നേഹം എന്നൊക്കെ പറയുന്നത് കടാസഗതി അക്ഷരങ്ങൾ മാത്രമായിട്ട് മാറും. യേശുവിനെ തേടി മാതാപിതാക്കന്മാർ ദേവാലയത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. അവർക്ക് ഉറപ്പുണ്ട്, ആ കുഞ്ഞ് ദേവാലയം വിട്ട് എങ്ങും പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആടിയുലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കണ്ടെത്തേണ്ടത്, സമാധാനം കണ്ടെത്തേണ്ടത് നമ്മുടെ ദൈവാലയത്തിൽ ചെന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതിലാണ്, അവിടെ നിന്ന് സ്വായത്തമാക്കുന്ന അനുഗ്രഹങ്ങളിലാണ്. യേശുവിലേക്ക് നമ്മെ തിരികെ എത്തിക്കുന്ന കൂദാശയാണ് കുമ്പസാരം. ദൈവത്തെ സ്വന്തമാക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന.
നഷ്ടപ്പെട്ട യേശുനാഥനെ 3 ദിവസങ്ങൾക്ക് ശേഷം അവർ ദൈവാലയത്തിൽ കണ്ടുമുട്ടുന്നു. കല്ലറയിൽ അടയ്ക്കപ്പെട്ട് 3-ാം ദിനം ഉത്ഥിതനായ യേശുനാഥനെ മഗ്ദലന മറിയം കണ്ടതുപോലെയുള്ള ആനന്ദ നിറവാർന്ന കൂടിക്കാഴ്ച. യേശുനാഥനെ കാണുന്ന കണ്ണുകളും കേൾക്കുന്ന കാതുകളും ഭാഗ്യമുള്ളവയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:24 പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു. യേശുവിൻ്റെ മാതാപിതാക്കൾ അവനെ കണ്ടുമുട്ടുന്നത് ഉപാധ്യായന്മാരുടെ ഇടയിൽ നിന്ന് അവരെ ശ്രവിക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. നല്ലൊരു ശ്രോതാവായി മാറിയിട്ട് കേൾവിക്കാരിൽ ബോധ്യം ജനിപ്പിക്കുന്ന വാക്കുകൾ അവിടുന്ന് അരുളുന്നു. യേശുവിൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും കൂടെയുള്ളവർ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമാണ് യേശുനാഥൻ. തൻ്റെ ജീവിത ദൗത്യം മാതാപിതാക്കന്മാർക്ക് വെളിപ്പെടുത്തുന്നത് അവിടുന്ന് ദേവാലയത്തിൽ വെച്ച് തന്നെയാണ്. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇവിടെ യൗസേപ്പിതാവിൻ്റെ അരച്ചിലുകളെ വിലമതിക്കുന്ന പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അനന്യത, ഒരുപക്ഷെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് പരസ്പരം കൊടുക്കുവാനുള്ള അംഗീകാരം കൊടുക്കുക, തൻ്റെ ജീവിത പങ്കാളിയുടെ അലച്ചിലുകളെ വിലമതിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ഒരു കുടുംബജീവിതത്തിന്, ക്രിസ്തീയ കുടുംബജീവിതത്തിന് ഏറെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പോൾ തൻ്റെ ജീവിത ലക്ഷ്യം വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഈശോയുടെ മറുപടിയാകുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുക എന്നതാണ് തൻ്റെ ദൗത്യം എന്ന് കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ പിന്നീട് യൗസേപ്പിതാവിനെ പറ്റി വേദോസമൊന്നും പറയുന്നില്ല. കാരണം യൗസേപ്പിതാവിൻ്റെ റോള് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മൾ കാണുന്നു, പിതാവിൻ്റെ ഹിതത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു യേശു ക്രിസ്തുവിൻ്റേത്. കുരിശിൻ്റെ വഴിയിൽ അവിടെ മറുതിരിച്ചു നിൽക്കാതെ ആമേൻ പറയുന്നൊരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസ് 22:42 പറയുന്നു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന ഗെത്സമനിയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ദൈവപിതാവിൻ്റെ നിയോഗങ്ങളനുസരിച്ച് പരിശുദ്ധ കന്യാമാതാവിനോട് പറയുന്ന ദൈവപുത്രൻ ഉത്ഥാനശേഷം മഗ്ദലന മറിയത്തോടും പിതാവുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ വേദശാസ്ത്രികൾക്ക് ഇടയിലായിരിക്കുന്ന യേശുവിൻ്റെ ജ്ഞാനത്തെപ്പറ്റി പറയുന്നു. അവരത് പ്രശംസിച്ചു, അതിനെ വിലമതിച്ചുവെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഇവർ തന്നെയാണ്, യേശുവിൻ്റെ ജ്ഞാനത്തെ പ്രശംസിച്ചവർ തന്നെയാണ് അവൻ്റെ ജ്ഞാനം തങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുന്ന ചാട്ടവാറാണെന്നറിഞ്ഞപ്പോൾ അവന് വേണ്ടി കുരിശ് തയ്യാറാക്കുന്നത്. വചനം കേൾക്കാൻ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. വചനം ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ കുരിശിൻ്റെ വഴിയിൽ നമ്മളും ക്രിസ്തുവിൻ്റെ കൂടെ കുരിശ് ചുമക്കുന്ന സഹയാത്രികരാകും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കോംപ്രമൈസുകൾക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ വചനം പള്ളിയിൽ നിന്ന് പറയുന്നതോ വചനം ജീവിതത്തിൽ പ്രസംഗമായിട്ട് കേൾക്കുന്നതോ ഒന്നും നമ്മളെ ഒരു പ്രശ്നമായിട്ടോ പ്രതിസന്ധിയായിട്ടോ മാറാറില്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി, സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി കുരിശുകൾ തയ്യാറാക്കപ്പെടുന്നത്. ഉപാധ്യായന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ച ബാലനായ യേശു പിന്നീട് സാധാരണക്കാർ ഭയത്താൽ ചോദിക്കാതിരുന്നവയ്ക്കൊക്കെയും അധികാരികളോട് ചോദ്യം ചോദിക്കുന്നു. വ്യവസ്ഥിതികൾക്കെതിരെ ചാട്ട ചൊല്ലുന്നു. യേശുവിൻ്റെ കുരിശിലേക്കുള്ള ദൂരം കുറച്ചതാണ് ദേവാലയ ശുദ്ധീകരണം. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ വിഴുങ്ങപ്പെടുന്ന യേശുവാണ് ദേവാലയം ശുദ്ധീകരിക്കുന്നത്. അവിടുന്ന് ആ സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ശരീരം ദേവാലയമാണ്. വേദപുസ്തകം മർക്കോസിൻ്റെ സുവിശേഷം 11:17 പറയുന്നു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ദേവാലയം, ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധി നിറയുമ്പോൾ മാത്രമേ നമ്മൾ ഇടപെടുന്ന ദൈവീക ബന്ധങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക്, കുർബാനകൾക്ക് ഒക്കെ നമ്മുടെ ജീവിതയാത്രയിൽ അർത്ഥമുണ്ടാകുകയുള്ളൂ. മറിച്ച് കവർച്ചക്കാരുടെ ഗുഹ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ചെന്നാൽ ദൈവത്തെയും കവർ ചെയ്യാനേ നമ്മൾ തുനിയുകയുള്ളൂ. പശ്ചാത്താപത്തോടെയുള്ള തിരിച്ചുവരവ് യേശുവിന് മുമ്പിൽ ദേവാലയ മുഖ്യന്മാർക്കുണ്ടായില്ല. തങ്ങളുടെ തിന്മകളെ ശക്തിപ്പെടുത്താൻ, നന്മയുടെ പൂർണ്ണതയായ യേശുവിനെ നശിപ്പിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അന്ധന്മാരെ നയിക്കുന്ന വ്യവസ്ഥിതികളിൽ എന്നും പ്രകാശമുള്ളവർ, കാഴ്ചയുള്ളവർ എന്നും ക്രൂശിക്കപ്പെടും. 12-ാമത്തെ വയസ്സിൽ യേശുനാഥൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഉത്ഥിതനായ കർത്താവ് മഗ്ദലനയോട് ചോദിച്ചു, നീ ആരെയാണ് അന്വേഷിക്കുന്നത്?
എമ്മൗസ് യാത്രയിൽ ശിഷ്യരോട് യേശുനാഥൻ ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ചോദ്യങ്ങൾ ഭിന്നമെങ്കിലും ഉത്തരം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു. മറിയം എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു. മറിയത്തിൻ്റെ നിക്ഷേപം എന്നത് യേശുവാണ്. മത്തായി 6:21 പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ലോകദൃഷ്ടിയിൽ നോക്കിയാൽ അമ്മയെ കണ്ണീരുടിപ്പിക്കാനുള്ള ജന്മമാണ് യേശു. പക്ഷേ കുതിരാത്ത സഹനം അമ്മ ഏറ്റെടുക്കുന്നു. അവൾക്കറിയാം പിതാവിൻ്റെ പ്രവൃത്തികളിൽ വ്യാപൃതനാണ് പുത്രൻ. പിതാവ് അറിയാതെ അവനൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. യേശുനാഥൻ അവർക്ക് വിധേയനായി ജീവിച്ചു. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, മാതാപിതാക്കന്മാർക്ക് നമ്മിലുള്ള ഒരവകാശം അത് ദൈവം തന്നെ സാധിച്ചു തന്നതും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കായി നൽകിയിട്ടുള്ളതുമായിട്ടുള്ള അനുഗ്രഹമാണ്. മാതാപിതാക്കന്മാരുടെ ഗാഠബന്ധം നമ്മെ മനുഷ്യത്വത്തിൻ്റെ കാവൽക്കാരാക്കി മാറ്റുന്നു. പൊക്കിലൂടെ അമ്മയുടെ ചോര കുടിച്ച് വളരുന്ന ഗർഭസ്ഥ ശിശു മണ്ണ് കാണുന്ന കാലത്ത് പൊക്കിളൊരു ഓർമ്മപ്പെടുത്തലായി അവൻ്റെ ശരീരത്തിലുണ്ട്. അമ്മയുടെ ചോര കുടിച്ചാണ് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ വളരുന്നത്. തൻ്റെ ശരീരത്തെ ദേവാലയമാക്കിയ ദൈവപുത്രൻ വിശുദ്ധ കുർബാനയുടെ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന അനുഗ്രഹം ലഭിക്കുന്നു. അവൻ്റെ ചോര കുടിച്ച് വളരുന്നതാണ് നമ്മുടെ വിശ്വാസ ജീവിതം. നസ്രത്തിൽ മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ച യേശു മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചു. യേശു മാനിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. അതുകൊണ്ടാണ് അവൾ പറഞ്ഞതൊക്കെയും അവൻ അനുസരിച്ച് ജീവിച്ചത്. യേശു മാനിച്ചവരെ മാനിക്കുവാൻ നമുക്ക് കഴിയണം. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്ന നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്ന് പ്രഭാഷകൻ 3-ാമത്തെ അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. യേശുവിനെ ഏറ്റുവാങ്ങിയ മാതാപിതാക്കന്മാർ ജ്ഞാനത്തിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അവൻ വളർന്നു വരുന്നതും കണ്ടറിഞ്ഞു. യേശുവിനെ ഏറ്റുവാങ്ങുമ്പോൾ ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് കേൾക്കുന്ന വളർച്ച യേശുവിലുള്ളതാണ്. യേശുവിൽ നിറയുമ്പോൾ സ്നേഹം നമ്മിൽ നിന്നും പൊട്ടിയൊഴുകും. നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളാകും. ദൈവകരുണയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. ലൂക്ക 7:35. ദൈവം നമ്മോട് കരുണയായിരിക്കട്ടെ.